എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം ദശകം 8-ലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത്പ്രസാദാൽ പ്രാഗ്ഭ്രാമകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാസ്തി തദാപി സൃഷ്ടിഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. അസ്മാദൃശാം സാധാരണക്കാരായ നമ്മൾ മനുഷ്യർ, സ പുന ആ ബ്രഹ്മാവ് പിന്നീട്, അഹർമുഖകൃത്യതുല്യാം പ്രഭാതത്തിൽ ചെയ്യുന്ന സ്നാനാദി കൃത്യങ്ങളെ പോലെ, സൃഷ്ടിം കരോതി സൃഷ്ടികർമ്മം ചെയ്തുകൊണ്ടിരുന്നു, അനുദിനം എല്ലാ ദിവസവും, ഭവത് പ്രസാദാൽ അങ്ങയുടെ അനുഗ്രഹത്താൽ, പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം ച മുമ്പ് ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായ, പരായുഷാം തു ആയുഷ്മാന്മാരായ ചിരഞ്ജീവികൾക്കും, അതായത് സർവ്വതും നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിൽ ലയിച്ചൂലോ അവയെല്ലാം, സുപ്തപ്രബോധനസമാ ഉറങ്ങി ഉണരുന്നതിനോട് തുല്യമായ, അസ്തി തഥാ അപി സൃഷ്ടി സൃഷ്ടി ക്രിയാവിശേഷം ഉണ്ട് ഓരോ കൽപ്പാരംഭത്തിലും. ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? സാധാരണ മനുഷ്യരായ നമ്മൾ പ്രഭാതത്തിൽ ചെയ്യുന്ന കൃത്യങ്ങൾക്ക് തുല്യമായി ബ്രഹ്മാവ് അങ്ങയുടെ അനുഗ്രഹം മൂലം അനുദിനം സൃഷ്ടികർമ്മം ചെയ്യുന്നു. അപ്പോൾ പണ്ടത്തെ യുഗത്തിൽ ജനിച്ചവരും ആയുഷ്മാന്മാരുമായ മാർക്കണ്ഡേയൻ മുതലായവർ ഉറക്കം വിട്ടുണരുന്നതുപോലെ വീണ്ടും ജനിക്കുന്നു. കൽപ്പാന്തത്തിൽ സർവ്വതും മഹാപ്രളയത്തിൽ ലയിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാകുമ്പോൾ ഈ ചിരഞ്ജീവികൾക്കെല്ലാം എന്ത് സംഭവിക്കും? അതൊരു സംശയമാണ്. മാർക്കണ്ഡേയാദി ചിരഞ്ജീവികൾക്കും കൽപ്പാദിയിൽ സൃഷ്ടിയുണ്ട്. അതായത് സർവ്വതും നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിൽ ലയിച്ചു എങ്കിൽ പിന്നീടും അവയെ സൃഷ്ടിക്കണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ ചിരഞ്ജീവികളെയെല്ലാം കൽപ്പാദിയിൽ വീണ്ടും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ ചിരഞ്ജീവികൾക്കെല്ലാം മുൻ കൽപ്പത്തിലെ വൃത്താന്തം ഓർമ്മയുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവരുടെ സൃഷ്ടി സുപ്തപ്രബോധനതുല്യ എന്ന് പറഞ്ഞത്. ഹരേ കൃഷ്ണ.